അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് അതിന്റെ തിയേറ്ററിൽ കണ്ടതിന്റെ ഫീല് മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ഭയങ്കര ഇമോഷണലാണ്. കലക്കിയടാ, നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി. നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈയടിക്കുന്ന ചില സിറ്റുവേഷനുകളാണ്. നിങ്ങളുടെ ടാലന്റ് കണ്ട അന്നേ ഞാൻ ഫാനായി പോയെന്നേ. ഇതൊക്കെ എന്ത് എന്താ പറയണെന്നറിയാൻ പാടില്ല. നമ്മൾ അതിലങ്ങ് മുഴുകി അങ്ങാടെ ഒരു വല്ലാത്തൊരു ഫീലിൽ ഇരുന്ന് പോകുക. തിയേറ്റർ എന്താ പറയാ, എക്സ്പെരിമെന്റ് ഫിലിമാണ്, ഒന്നും പറയാനില്ല. അത് കേട്ടാ മതി. ഇന്ത്യയിലോട്ട് അതിൽ കേരളത്തിലോട്ട് കൊണ്ടുവന്ന ഫസ്റ്റ് ഓസ്കാർ പൃഥ്വിരാജ്. എന്നധികം പോഴത്തെ വഷളാക്കരുത്. ഓസം പെർഫോമൻസ്. ഓരോ സീനും ഭയങ്കര ഇമോഷണൽ കണക്റ്റാണ്. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പെരിമെന്റൽ ആണ്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. നജീബക്ക, സമ്മതിച്ച് നിങ്ങളുടെ ലൈഫ് സ്ക്രീനിൽ കണ്ടപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. പറയാൻ വാക്കുകളില്ല. രാജുവേട്ടൻ ശരിക്കും വന്ന ആ ക്യാരക്ടറിൽ ശരിക്കും ജീവിച്ചു പോന്ന അമ്മാതിരി കിടിലം പെർഫോമൻസ്. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. ഒന്നും പറയുന്നില്ല. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. എനിക്കറിഞ്ഞൂടാ. ബ്യൂട്ടിഫുൾ, ബെസ്റ്റ് സിനിമ, സൂപ്പർ സിനിമ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? പുതിയ ആളാന്ന് തോന്നുന്നു. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. നീ എന്റെ അസിസ്റ്റന്റ് കൃഷ്ണനെ പൊക്കാൻ വന്നവനല്ലേ? അല്ല, പിന്നെ നീ എന്തിനാണ് അവന്റെ കൂടെ വന്നത്? നിനക്ക് ഡാൻസ് അറിയോ? ആശ്വാസമായി. അവനെ കുറിച്ച് കൂടുതൽ അറിയണം. വെറുതെ ഒരുത്തൻ ഒരു ദിവസം അങ്ങനെ പൊട്ടിമുളയ്ക്കത്തില്ല. സൂപ്പർ സിനിമ, അടു ജീവിതം, എന്തോരു സിനിമ, അടു ജീവിതം. ഇത് ബാധ തന്നെ. എന്നെ കൊലച്ചു കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. സൂപ്പർ സിനിമ, അടു ജീവിതം. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? കാണേണ്ട സിനിമയാണ്, കാണേണ്ട സിനിമ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. സൂപ്പർ സിനിമ, അടു ജീവിതം, കാണേണ്ട സിനിമയാണ്, കാണേണ്ട സിനിമ. വലിയൊരു ശല്യമായില്ലോ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തതാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ബുദ്ധിക്ക് നല്ല സ്ഥിരതയില്ലേ? അതിവിടെ എനിക്ക് മാത്രമല്ലല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ പോയെ